ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവ് വന്നത് ഇന്നാണ്. ഹൈക്കോടതിയിൽ നിന്നാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആ വിധി പുറപ്പെടുവിച്ചത്. സ്വാഭാവികമായ ആ വിധിക്കകത്ത് പറയുന്നത് 4 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിമാരും കൂടി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കോടതി അതിനകത്ത് ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ മേയറുടെ ഭാഗത്തു നിന്ന്, കഴിഞ്ഞ BJP കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ തെറ്റ് ആവർത്തിക്കുമെന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഞാനൊരു പെറ്റീഷണറാണ്, ഞാൻ ഇവിടുത്തെ ഒരു കൗൺസിലറാണ്, പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറും കൂടിയാണ്, LDFൻ്റെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് UDFൻ്റെയും കൗൺസിലർമാരായിട്ടുള്ളവർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്ത് 49 പേര് കൗൺസിലർമാരായിട്ടുള്ളവരുണ്ട്, 2 പേര് സ്വതന്ത്രരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ഒരു പെറ്റീഷണറായിട്ടുള്ള, ഈ കോടതിയുടെ വിധി വാങ്ങിയിട്ടുള്ള, ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വിധി വാങ്ങിയിട്ടുള്ള എന്നെപ്പോലും അറിയിക്കാതെയാണ്, വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ആരെയും കൗൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന ആരെയും അറിയിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ കൗൺസിൽ ഹാളിനകത്ത് വെച്ച് എല്ലാ കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ജനങ്ങളെ അറിയിക്കുക എന്നുള്ള, ഒരു പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ള മിനിമം മര്യാദയെങ്കിലും ഈ കാര്യത്തിനകത്ത് ഇവർ കാണിക്കേണ്ടതാണ്. കോർപ്പറേഷൻ്റെ ചരിത്രത്തിനകത്ത് നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ചരിത്രം നോക്കുമ്പോൾ ഒരു സ്ഥലത്തും നടക്കാത്ത രൂപത്തിലേക്കുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ അറിയിച്ചത് തന്നെ ചില മാധ്യമപ്രവർത്തകർ 3:45 വിളിച്ചിട്ട് നിങ്ങളുടെ അവിടെ 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണെന്നുള്ളത് ചോദിക്കുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് മേയറും നേതൃത്വവും ഇങ്ങനെ ഇതിനെ പെരുമാറുന്നത്? ഇപ്പോൾ 29-ാം തീയതി ഇന്നത്തെ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് 29-ാം തീയതി കൗൺസിൽ വിളിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു മേയറാണെന്നുണ്ടെങ്കിൽ 29-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു കൗൺസിലുള്ളപ്പോൾ ഒരു 9 മണിക്ക് വെച്ചിട്ട് ഈ പറയുന്ന എല്ലാ കൗൺസിൽ അംഗങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വേണ്ടേ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനായിട്ട്? അത് കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞ ലംഘനങ്ങൾ ശരിവെക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നുണ്ടോ? ജനാധിപത്യത്തിന് നേരെ എന്ത് വെല്ലുവിളിയും ഉയർത്തുന്ന, തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റമാണ് നിരന്തരമായിട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മേയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിയ്യൂർ ജയിലിനകത്താണ് ഈ പറയുന്ന സൂതൻ കിടക്കുന്നത്. ഓൺലൈനകത്ത് കൂടി അദ്ദേഹത്തെ കൂടി ഒന്ന് സത്യപ്രതിജ്ഞ നടത്തിയിരുന്നെങ്കിൽ അതും കൂടി അങ്ങ് പൂർണ്ണമായി തന്നെ. അതിനും മടിക്കാത്ത കൂട്ടരായി ഈ പറയുന്ന മേയർ എന്ന് പറയുന്ന ഈ സംവിധാനം മാറിയിരിക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. RSSൻ്റെയും BJPയുടെയും ഓഫീസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ ഒരു കാര്യാലയമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇന്ന് ഈ മേയർ ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയതോടുകൂടി തന്നെ ഞങ്ങൾ കാണുന്നതെന്നുള്ള. എനിക്കറിയില്ല, കോടതി 4 ആഴ്ച സമയം തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനകത്തൊരു പാർട്ടിയാണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി. ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി നൽകിയപ്പോഴത്തേക്ക് വകുപ്പ് മന്ത്രിയും കണ്ടപ്പോഴത്തേക്ക് അതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കേവലം ചില നിയമങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ എല്ലാം ഒളിച്ചു വെക്കുന്ന രൂപത്തിൽ ഈ മുണ്ടും തലയിലിട്ട് വന്ന് ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ പറയുന്ന RSSകാരായിട്ട് BJPക്കാരായിട്ടുള്ള കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ നിയമപരമായിട്ട്
ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ പറയുന്നത് പോലെ തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എങ്ങനെയാണോ ഒരു 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 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കേണ്ടത് ആ രൂപത്തിൽ ഇത് നടത്താൻ വേണ്ടിയിട്ട് പിന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇന്നത്തെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായി ഈ വിധി എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ഇന്നിപ്പോൾ ഡെപ്യൂട്ടി മേയർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്നത്തെ കോടതി വിധി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രയോറിറ്റികളും ഇന്ന് അവസാനിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു നിയമ പ്രശ്നമാണിത്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഒരു വാലിഡായിട്ട് ഒരു സത്യപ്രതിജ്ഞ നടത്താത്ത ഒരാൾ, നമ്മളെ മുനിസിപ്പൽ ആക്ടിനകത്ത് പറയുന്നുണ്ട്, വാലിഡായിട്ട് ഒരു സത്യപ്രതിജ്ഞ നടത്താത്ത ഒരാൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനകത്ത് മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആയിട്ടുള്ളവർ വോട്ട് ചെയ്യുമെന്നൊക്കെ ഉള്ളത് ഒരു നിയമപ്രശ്നം തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിന് ഒരുപാട് കോടതി വിധികൾ, ഇതിൻ്റെ സുപ്രീം കോടതി ഇവരുടെ ഓണറിയെ സംബന്ധിച്ച്, 6 മാസത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് എല്ലാം ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം ഇവരൊന്നും ഇന്നാണ് കൗൺസിലർമാരായത്. ഈ 20 കൗൺസിലർമാരായി അധികാരം ഏറ്റെടുക്കുന്നത് ഇന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തുടർ പോരാട്ടം, നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇല്ല, സ്വാഭാവികമായിട്ട് ഇന്നല്ലേ അവർ കൗൺസിലറായത്. ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കൗൺസിലർ ഒരു നിയമപരമായി മാറുന്നതിന് ശേഷമല്ലേ ഈ തെരഞ്ഞെടുപ്പിനകത്തൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്, ഒരു നിയമപ്രശ്നം തന്നെയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ കോടതിയിൽ കാണേണ്ട വിഷയം തന്നെയാണ് ഇതിനകത്ത് കാണേണ്ടത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഇവർ പേടിച്ചു പോയതുപോലെ തന്നെ 29-ാം തീയതി ഈ പറയുന്ന രൂപത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ വരുമ്പോൾ BJPക്ക് 30 പേരെ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അട്ടിമറി പേടിച്ചിട്ടാണ്, അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഈ പറയുന്ന ഇതുമാതിരിയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.